നീയോ ആ നേരത്തെ ഫ്രൂട്ടി കുടിക്കാൻ പോയിക്കായിരുന്നു ജൈസ്ബനൊക്കെ പ്രസവിച്ച് കയ്യൊക്കെ ഞാന് പ്രസവവേദനയുമായിട്ട് പോകുമ്പോ ഇവനൊക്കെ ഫ്രൂട്ടി ഇരുന്ന് കുടിക്കുക. രണ്ടാമത്തെ ആളെ 10 ഫെബ്രുവരി 5 അപ്പൊ തന്നെ ചെപ്പിട്ടും പോകും. പഞ്ചു ഗുസ്തിയിൽ എല്ലാരും തോൽപ്പിക്കും. ജാസ്മിൻകുട്ടി ഒന്നും ഞങ്ങളെ വീട്ടിലത്തെ ഫയൽമാൻ, അപ്പൊ എല്ലാരും അവള് തോൽപ്പിക്കരുത്. അപ്പൊ സൂലു ഇപ്പടുത്ത് പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ചപ്പോ സൂലു ജാസ്മിൻകുട്ടിയെ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ എനിക്ക് കാര്യരുമ്പാണ്, നീ എനിക്കനെ തോൽപ്പിക്കാൻ പറ്റുമോന്ന് വെല്ലു വിളിച്ചിരിക്കുകയാണ്. ഇന്നുണ്ട് 2 വലിയ കടമ്പകളാണ് നിനക്ക് കടക്കാനുള്ളത്. വിത്ത് ബ്ലോഗ് അതൊരു വല്ലാത്ത കടമ്പയായിരിക്കും. നിനക്കങ്ങനെ ബുദ്ധിമുട്ടില്ലെങ്കിൽ കയ്യാ ജിമ്മിലുള്ള സാധനം വരയ്ക്ക, നീ നിന്റെ മനസ്സിൽ ചെമ്പാലിക്ക. കോൺസെൻട്രേറ്റ് ഗായ്. ഹലോ അസ്സലാമലൈക്കും. എന്താ വീഡിയോന്റെ ഇൻട്രോ ഇതായിക്കോട്ടെ അല്ലെ. അപ്പോഴേ നമ്മള് ഇന്ന് ഒരു അടിപൊളി വ്ലോഗാണ് കേട്ടോ. എന്താ നമ്മൾ ഇന്നത്തെ അടിപൊളി വ്ലോഗിലെ വിശേഷം എന്തായിരുന്നു? ഇന്നലത്തെ വിശേഷം, അതായത് ഇന്നലെ ഓഗസ്റ്റ് 15 ആയിരുന്നു. ഓഗസ്റ്റ് 15 എന്താണ് പ്രത്യേകത? ഇൻഡിപെൻഡൻസ് ഡേ ആണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ പ്രത്യേകത ഉണ്ട്, ആസൂട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ ആയിരുന്നു, ഇന്നലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആസൂട്ടനിക്ക് 13 അവന്റെ ടീനേജിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ സർപ്രൈസ് ആയിട്ട് എല്ലാരും വന്നു. ജാസ്മിൻകുട്ടി, സോലും, ഷായത്തിനും നജിത്തൊക്കെ വരാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എല്ലാരും വന്നു. അതുപോലെ നമ്മളെ യാമിക്കുട്ടി വന്നു. പിന്നെ അവന് കുറെ സർപ്രൈസ് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയില്ലേ. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ നമ്മളുടെ സർപ്രൈസ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങളാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ബ്ലോഗിലുള്ളത്. ഇപ്പൊ ഇന്നത്തെ അവരതൊക്കെ കഴിഞ്ഞ് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. യാമിക്കുട്ടി തൂതല് പോവാ, തൂത് പോവാ. അയ്യോ യാമിക്കുട്ടി പോയോ, യാമിക്കുട്ടി പോയോ, പോവാ. അയ്യോ മാമ കരയും. അതാ വാപ്പ. അപ്പൊ നിങ്ങൾ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വാങ്ങിട്ടോ. ഞങ്ങൾ അപ്പത്തിന് ഇവരൊക്കെ യാത്രയായി. അപ്പൊ അന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ അന്ന് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അവന് രാവിലെ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു വരും. അതാണ് ഇന്നത്തെ പ്ലാൻ ഉള്ളത് കേട്ടോ. അസ്വൽ ഖാൻ എന്നാണ് അവൻ്റെ മുഴുവൻ പേര്. അവൻ്റെ പപ്പയാണ് കേട്ടോ അവൻ്റെ പേരിട്ടത്. നമ്മുടെ പട്ടാമ്പി സെൻറ്റ് പോൾസിൽ ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിലാണ് അവൻ പഠിക്കുന്നത്. അങ്ങനെ ദാ ടീനേജുകാരനായി. അപ്പോൾ ഞാനും അവൻ്റെ പപ്പയും കൂടി അവനക്ക് കുറേ ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയതായിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വീഡിയോയിലൊക്കെ ഒന്ന് ബന്ധം വീഡിയോ അഭിനയിക്കണ്ടിട്ട് തീരെ അഭിനയിക്കല്ലോ. മോശം മോശം. 12 മണിക്ക് എന്നോട് പറയാതൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്ന് വാപ്പാക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ പോകുന്ന വഴി അസൂനെ അവിടെ സ്കൂളിൽ ഇറക്കിയിട്ടാണ് വാപ്പ പോവുക. അപ്പോഴേ ഞാൻ ഇന്നലെ കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് എല്ലാരും വരുന്നുണ്ടാവും. ഇൻഷാല്ലാ സുലും ഇന്നുമോള് വന്നിട്ടുണ്ട്. അതുപോലെ ജാസ്മിൻകുട്ടിയും ഷാഹിദ് എല്ലാവരും വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വീടൊക്കെ ഒന്ന് ആദ്യം എല്ലാവരും കൂടി വരുമ്പോഴേ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ടെൻഷൻ. കാരണം ഞാൻ അത്ര ക്വാണ്ടിറ്റി ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ എനിക്കിങ്ങനെ നന്നാവുമോ ഇല്ലയോ എല്ലാവരും വരുന്നല്ലേ. അപ്പൊ അത് ജാസ്മിൻ വന്നിട്ട് ഉണ്ടാക്കും. അതിന്റെ മുന്നേ ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്ത് വെക്കണം. പിന്നെ ബിരിയാണിക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കണം. പിന്നെ ഉള്ളത് ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടില്ല ഗൈസ്, ഗിഫ്റ്റ് പാക്ക് ചെയ്യണം. അതൊക്കെയാണ് പരിപാടി കേട്ടോ. അപ്പൊ പിന്നെ എല്ലാവരും ചോദിക്കാറുള്ള കാര്യം ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന ചുരിദാറുകളുടെ ക്വാളിറ്റിയുടെ കാര്യം എന്താ. ഈ ചുരിദാർ ഞാൻ കാണിച്ചു തന്നിട്ട് എത്രയായി. ഇത് ഞാൻ ഒരുപാട് എന്റെ വ്ളോഗുകളിലൊക്കെ മിക്കവാറും ഇടാറുണ്ട്. ഇത് ഇപ്പോഴും കണ്ട ഒരു കേടില്ല, അതുപോലെ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞതൊക്കെ മെഷീൻ വാഷ് ചെയ്താൽ പെട്ടെന്ന് കേട് വരേണ്ടതാണ്. പക്ഷെ ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഒറ്റക്ക് വാഷ് ചെയ്യാറൊന്നുമില്ല, എല്ലാം കൂടി ഒരുമിച്ച് വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ ഇടുന്നതാണ്. എന്നാലും ഒരു കേടില്ല കേട്ടോ. അതേപോലെ ഇടാൻ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ്. എന്ത് ഷോർട്സും റീൽസും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നൊരു വീഡിയോ ടാഗ് ചെയ്ത് കൊടുക്കാം. 3 കളർ ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പൊക്ക് പിന്നെ ഈ കളർ പണ്ടേ ഇഷ്ടം. ഇങ്ങനെ ഈ ഗോൾഡൻ കളറ്
റോസ് ഉണ്ട്, നീലുണ്ട്. നീല എടുക്കാം നമുക്കൊക്കെ. അടുത്ത ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ പറയുക, ഉമ്മച്ചി അവിടെ ബിരിയാണിക്ക് വേണ്ട ഉള്ളി, പച്ചമുളക്, തക്കാളി അതൊക്കെ ശരിയാക്കുന്നുണ്ട് ജാസ്മിൻട്ട് വരുമ്പോഴത്തേനും. ഓക്കെ, അപ്പം നമ്മൾ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്തൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്താ ഇപ്പോൾ ഗിഫ്റ്റ്സ് കൊടുക്കാമെന്ന് കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ഈ ഗെയിം കളിക്കാനൊക്കെയുള്ള PS5 പോലെ അല്ലെങ്കിൽ ഫോണ്, ടാബ്, അതൊന്നും എന്തായാലും കൊടുക്കാൻ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അവൻ്റെ പപ്പയും ഞാനും കൂടി എന്തായാലും വിചാരിച്ചു കുറേ ടീഷർട്ട്സും അതുപോലെ ഷൂവും വാച്ചും ചോക്ലേറ്റ്സും അങ്ങനെ കൊടുക്കാമെന്ന്. അങ്ങനെ അവന് പെട്ടെന്ന് വലുതാവുന്നുണ്ട്. അവന് ടീഷർട്ട്സ് എല്ലാം അവന് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം അസുഖം കൊടുന്ന പോകുന്ന ഇസുഖം ഉണ്ട്. പിന്നെ ഇന്ന് അസൂട്ടിന്റെ കൂടെ തന്നെ നമ്മളെ കുഞ്ചൂസിന്റെയും ബർത്ത്ഡേ ആണ്. പലർക്കും അറിയണ്ടാവും, രണ്ടുപേരും ഒരേ ബർത്ത് ഡേറ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഓർമ്മയില്ല, ഞങ്ങള് പോയിട്ട് അവർക്ക് ഗിഫ്റ്റ് ഒക്കെ, ഞാൻ ഓട്ടോയിൽ നിന്നാണ് അന്ന് ഗിഫ്റ്റ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ രണ്ടുപേരും ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് കല്യാണത്തിന് മുന്നേ ഉള്ള ഒരുമിച്ചുള്ള ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവൾക്ക് അതിലേറെ സന്തോഷമുള്ള ബർത്ത്ഡേ ആണ്. കാരണം അവളുടെ സനു വന്നിട്ടുണ്ട് കേട്ടോ കാനഡയിൽ നിന്ന്. ഈ മാസം ലാസ്റ്റ് എന്റെ നാത്തൂന്റെ കല്യാണം, അതായത് കുഞ്ചൂസിന്റെ സനുവിന്റെ പെങ്ങളുടെ കല്യാണമാണ്. സനുക്ക് 2 പെങ്ങന്മാരാണ്, സഫ്രിയും റിച്ചും. അപ്പം സഫ്രിയുടെ കല്യാണമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവനും വന്നിട്ടുണ്ട് കാനഡയിൽ. അപ്പൊ ആള് ഭയങ്കര ഹാപ്പിയിലായിരിക്കും. ഇന്നലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തുട്ടോ അവൾക്ക്. കാരണം അവളുടെ പറഞ്ഞ സനുവിന്റെ ചെറിയ പെങ്ങള് റിച്ചു, എന്തൊക്കെ ഇടലും പേരാട്ടോ, അവൾക്ക് റിച്ചു എന്നാണ് വിളിക്കുക. അവൾക്ക് നല്ലൊരു പേജ് ഉണ്ട്, ഇങ്ങനെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന നല്ല ഭംഗിയിൽ ഉണ്ടാക്കും കേട്ടോ. പേജ് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. നല്ല രസമായിട്ട് ഉണ്ടാക്കും അവള് ഗിഫ്റ്റ്സ് ഒക്കെ. അപ്പോൾ ഞാൻ അവളെ കൊണ്ട് തന്നെ കുഞ്ചൂസിന് നല്ലൊരു ഗിഫ്റ്റ് സെറ്റാക്കി കൊടുത്തു. അപ്പൊ ഇന്നലെ 12 മണിക്ക് തന്നെ കൊടുത്തു. ആള് ഭയങ്കര ഹാപ്പിയായി. ഗിഫ്റ്റ് പാക്കിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. 13 ഗിഫ്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇസുക്കും ഞാനതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അവനും കൂടി പാക്ക് ചെയ്യാനുള്ള ഇതില്ല, പാക്കറ്റിലാക്കി കൊടുക്കണ്ട. അപ്പൊ എന്താ വെച്ചാൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതേപോലെ ഇവർക്ക് കിട്ടണം. അത് നമുക്ക് നമ്മളെ അമ്മമാരായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും. പക്ഷെ കുട്ടിനത് അങ്ങനെ ശീലിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്ക് ആ സമയത്ത് എന്താണോ ആപ്റ്റ് ആയിട്ടുള്ളത് അത് കൊടുക്കുക. ഇപ്പൊ ഇന്ന് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ അവന് കൊടുക്കുക. അങ്ങനെയാണ്. ഇസുക്കും ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അവനത് കാണിച്ചു കൊടുത്ത് നിനക്കും ഉണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇന്ന് അവന്റെ സ്പെഷ്യൽ ഡേ ആണ് എന്നുള്ളത് ഇവന് മനസ്സിലാവണം. അല്ലാതെ അപ്പൊ തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് ഇവനും കൊടുക്കുമ്പോഴും ഇനി എല്ലാ കാലത്തും ഇവൻ എന്ത് കൊടുക്കുമ്പോഴും അതന്നെ ഇവന് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം, അങ്ങനെയില്ല. എത്തിയിട്ടുണ്ട്. നല്ല ബിരിയാണി ഉണ്ട്, ബിരിയാണിയും പുഡിങ്ങും. 2 വലിയ കടമ്പകളാണ് നിനക്ക് കടക്കാനുള്ളത്. വിത്ത് ബ്ലോഗ് അതൊരു വല്ലാത്ത കടമ്പയായിരിക്കും. ഓഹോ, ഇനി ഇവിടെ ഒന്ന് ചെരുപ്പ് നേരിട്ട് കലവറയിലേക്കാണ് എന്റെ ലക്ഷ്യം. ഉമ്മച്ചി ഉള്ളി സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്ന് വാങ്ങിച്ചാണേ, അവിടെ ലിങ്ക് ഒന്നുമില്ല. ഫ്ലാഗ് ചെറിയ ഫ്ലാഗ് ബലൂൺസ് കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ജാസ്മിന്റെ കുളിക്കാൻ പോയിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിലല്ലേ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് 4 മണി ആകുമ്പോഴത്തേനും സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ തന്നെ ഹസ്ബൻഡും ഫ്രണ്ട്സിന്റെ കൂടെ വരുമായിരിക്കും. ബിരിയാണി റെഡി. നമുക്കുള്ള നീ നോക്ക്, രസമുള്ളതാണോ രസമില്ലാത്തതാണോ നമുക്ക്. ഞാൻ വന്നോ ഉമ്മച്ചിക്ക് തക്കാളി ചട്നി ബീഫ് പറഞ്ഞു. അതുണ്ടല്ലേ, ഞങ്ങൾ കുറച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണോ? സ്വാതന്ത്ര്യ ദിനത്തിന്റെ ബിരിയാണി വേണോ? വേണ്ട. എന്ത് വയറൊന്നുമില്ല, എന്തൊക്കെയോ കാണിച്ചു, എന്തൊക്കെ കഴിച്ചു. 2000 രൂപ എത്ര ബാക്കിയുണ്ട് നോക്കട്ടെ.
എന്തൊക്കെയാ ആഗസ്റ്റ് 1 പരിപാടി സ്കൂളില് സ്കൂൾ വരണ്ട് ഇത് ഇതൊക്കെ പോയത്. നല്ല ബിരിയാണി ഒക്കെ കഴിച്ചു ഗൈസ്. ഇനി കുറച്ചു നേരം ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതാ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് ഓൺലൈൻ അല്ല, പക്ഷെ ഇതിൽ ടാഗ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഏതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാല ഓൺലൈനിൽ വാങ്ങിച്ചാണ് കേട്ടോ ഞാന്. അതുപോലെ ഈ വള ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നില്ല, ഇതും ഓൺലൈനിലാണ്, ഇതും ടാഗ് ചെയ്ത് കൊടുക്കാം. ഡ്രസ്സ് ഞാൻ എന്തെങ്കിലും സ്റ്റുഡിയോന്ന് എടുത്തല്ലേ, ഒരു പാൻറ്റും ടോപ്പും പിന്നെ ഒരു അതിന്റെ പുറത്തൊരു കോട്ട് പോലെ വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കാൻ കേട്ടോ. അസുട്ടിന് അവിടെ താഴെ ഉണ്ട്. ഇനി ഷൈറ്റി സുലുവിനെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്കാണ്. കാരണം എനിക്ക് ആ ഗ്യാപ്പം പറഞ്ഞ സിസ്റ്റേഴ്സൊക്കെ വരും, സിസ്റ്റേഴ്സിന്റെ മക്കളൊക്കെ അതായത് ഇന്നൂസും അനിമോളും ഷെഫ് കുട്ടനും ഉണ്ണിമോനും എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരു വേറെ രസമാണല്ലോ. അപ്പം എപ്പോഴും പറയാറുള്ള പോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാത്തിരിക്കുകയാണ് ആ ഒരു ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ താത്താരെയും എല്ലാവരെയും കാണുന്നതിൻ്റെ സന്തോഷത്തിലിരിക്കുക. ഓനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് ഉണ്ടാവുമല്ലോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ സുലും ഇന്നൂസും സായിക്കുട്ടിനും വന്നു. കുറേ കാലത്തിന് ശേഷം, കുറേ കാലമല്ല, കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നൂസിനെ കണ്ടത്. അപ്പം ഇങ്ങനെ ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ആണല്ലോ അത്. സായിക്കുട്ടി ഒന്ന് പൊത്തി പിടിക്കലെങ്കിൽ ഒന്ന് സൂര്യ പിടിക്കണം. അടുത്ത കൊല്ലം ബർത്ത്ഡേക്ക് ഇതാക്കുമ്പോഴേക്കും ഞാൻ ഞങ്ങൾ അതിന് ബർത്ത്ഡേ ആഘോഷിക്കണം വിചാരിച്ചില്ല. ഓന്റെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു. ഓ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി ഫ്രണ്ട്സിന്റെ കൂടെ കേക്ക് അവര് കൊണ്ടുവരും. ഞാൻ അവിടെ കൊല്ലത്ത് പറഞ്ഞു ഇവിടെ വെച്ചിട്ട് സുലു വന്ന് ഇന്നുമളൊക്കെ വന്ന് ബിരിയാണി ഒക്കെ കഴിച്ച്. ഇനി ഷെയ്ദിയാമ്മ വരുന്നുണ്ട്. ഷെയ്ദിയാമ്മ കൂടി വന്നിട്ട് ഓനങ്ങനെ ഈ സർപ്രൈസ് ഇത് അതിന് വലിയ ഐഡിയ ഒന്നുമില്ല. എല്ലാരും വരുന്നുണ്ട് പോകുന്നുണ്ട്. എന്റെ ബയ്യക്ക് ഓനക്കല്ലേ നമ്മൾ സർപ്രൈസ് കൊടുക്കണം. എന്തായാലും ആ പേരും പറഞ്ഞ് ഞങ്ങൾക്കൊരു ഗ്യാതറിങ് തന്നെ. ഗേറ്റ് ഇറക്ക്, ഗേറ്റ് ഇറക്ക്. അതിപ്പോ നമ്മള് അംഗീകരിച്ച പറ്റുള്ളൂ. ഞങ്ങക്ക് അംഗത്വം വേണം പറഞ്ഞ പോലെ പൂച്ചക്കുട്ടികള്. ഞാൻ നെജമ്മ പോയപ്പോണ്ടേ നെജമ്മ 67, ഞാൻ 66. എങ്ങനെ നെജമ്മ 67? നെജമ്മ മെലിഞ്ഞതല്ലേ? ഓള് പറഞ്ഞു 66. ഇതിപ്പോ എന്താ തടി വെച്ച് തിന്നിട്ട് ഉന്നുമോള് തിന്ന് തടി വെച്ച് ഗൈസ്. ബർത്ത്ഡേ ഞങ്ങൾക്കൊരു ഗ്യാതറിങ് അതന്നെ. ഞാൻ പറയാ എന്താ നീയോ ആ നേരത്തെ ഫ്രൂട്ടി കുടിക്കാൻ പോയിക്കായിരുന്നു ഗൈസ്ബനൊക്കെ പ്രസവിച്ച് കയ്യൊക്കെ. ഞാന് പ്രസവവേദനയുമായിട്ട് പോകുമ്പോ ഇവനൊക്കെ ഫ്രൂട്ടി ഇരുന്ന് കുടിക്കുക. കൃത്യമായിട്ട് പറയാം, പ്രസവിച്ചിട്ട് കൈക്ക് മേടിച്ചത് ഓർമ്മയുള്ളൂന്ന്. ഈ കുട്ടി ഇതാ, ഇത് വാവച്ചി കുട്ടിയാ? കുട്ടിയുടെ പിങ്കി കുട്ടി, പിങ്കി കുട്ടി വാവച്ചി കുട്ടിയോ? പിങ്കി തന്നെ. ആ നമ്മളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. ഓഹോ ഓഹോ, ഓള് തമ്മിൽ അടി. ഇങ്ങനല്ലേ ഇതെന്റെ വീട്ടിലല്ല. എന്തിനാ കേക്കൊക്കെ എങ്ങനെ പോണേ? എന്താ ഓന്റെ അടുത്ത് പറഞ്ഞിരിക്കണത്? ഓനെന്ത് രാവിലെ ഉമ്മച്ചിക്ക് കൊടുത്ത പൈസ കൊണ്ട് 1500 രൂപ കൊണ്ട് പോയി ഫ്രണ്ട്സിന്റെ കൂടെ, അത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കണേ. ഇവിടെ പരിപാടി ഒന്നും ഇല്ലാന്നാ പറഞ്ഞേ. നമ്മളങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ നമ്മളുടെ ഒരു. ഓനക്ക് ഓന്റെ കസിൻസിനെ കണ്ടപ്പോ തന്നെ ഓന്റെ എല്ലാരും കൂടി പിന്നെ അതിന്റെ മേലെ ഹാപ്പി ബർത്ത്ഡേ അസൂസ്.
ഡാഡി എവിടെ? ആ പഞ്ചഗുസ്തി മത്സരമുണ്ട്. കാരിരുമ്പ് വീഡിയോ കോളിലിപ്പേ 50 കിലോ പൊക്കുന്ന എന്നെ ജാസ്മിക്കുട്ടി പണ്ട് ജാസ്മിൻകുട്ടി ഇവിടെ എല്ലാരെയും പഞ്ചഗുസ്തി എന്ന് പറയാ. പഞ്ചഗുസ്തിയിൽ എല്ലാരും തോൽപ്പിക്കും. ജാസ്മിൻകുട്ടി ഒന്നും ഞങ്ങളെ വീട്ടിലത്തെ ഫയൽമാൻ. അപ്പൊ എല്ലാരും അവള് തോൽപ്പിക്കരുത്. അപ്പൊ സുലു ഇപ്പടുത്ത് പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ചപ്പം സുലു ജാസ്മിൻകുട്ടിയെ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ എനിക്ക് കാരിരുമ്പാണ്, നീ എനിക്കത് തോൽപ്പിക്കാൻ പറ്റുമോന്ന് വെല്ലു വിളിച്ചിരിക്കുകയാണ്. ഇന്നുണ്ട് നമ്മളത് തീർത്തു കൊടുക്കണല്ലോ. സുലു മറ്റേ ജിമ്മിലൊക്കെ പോയിട്ട് വെയിറ്റ് ഒക്കെ എടുത്തിട്ട് നല്ല പവറായി എന്നാണ് പറയുന്നത്. കാരിരുമ്പ് എടുത്തത്. കാരിരുമ്പിന്റെ കരുത്തുള്ള കയ്യുമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ദൈവമേ എനിക്ക് പേടിയാവും. അപ്പൊ ജാസിക്കുട്ടിനോട് പറഞ്ഞേ മറ്റേ തറവാടിന്റെ മാനം കളയരുത്, മര്യാദക്ക് പഞ്ചകുസ്തി തോൽപ്പിച്ചോണ്ടത്. ജിമ്മിനാണോ അതോ മറ്റേ അടുക്കളപ്പണിക്കാണോ കരുത്തത്? നമുക്കിന്ന് തെളിയിക്കാം. ജാസിക്കുട്ടിയെ അയ്യക്കെന്ന് കാണിച്ചാ ഇതൊക്കെ തോന്നിക്കത് കാര്യക്കല്ല. കേക്ക് കട്ടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കൊടുത്തു എന്താ താഴത്ത് ഓക്കെ. ഇല്ല 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 വേണ്ട. രണ്ടാമത്തെ ആളെ ഫെബ്രുവരി 5-ാം തീയതി. അപ്പൊ തന്നെ സെപ്റ്റംബർ പോകും. ഞങ്ങളെ പുതിയ ടിഷ്യൂ കണ്ടില്ലേ? നിങ്ങൾ ഏത് കടയിൽ പോയാലും അത് കിട്ടില്ല കേട്ടോ. ആർക്കച്ച കൊടുത്തോളൂ. വില കൂടിയ ഓരോന്ന് വീതം എടുത്താൽ മതി. വില കൂടിയ ടിഷ്യൂ ആണ്. പെട്ടെന്ന് ഇടാനുള്ള ഭക്ഷണം സ്പ്രേകൾ. അതപ്പോ ശരിക്കും വാപ്പാക്ക് അത് ഈ ടീനേജ് ആകുമ്പോ ഇച്ചിരി വിയർപ്പിന്റെ അസുഖങ്ങളുണ്ട്. നല്ല ബോഡി വാഷ. അങ്ങനെ നിനക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലെങ്കിൽ വെട്ടി വെക്കാനുള്ള സ്ഥലത്തൊന്നും. അത് ജാസിക്കുട്ടിന്റെ ഡയറി മിൽക്കാണ്. ഡ്രസ് ഉണ്ടാവും. നീ ഇങ്ങോട്ട് മാറ്. വാച്ച് എടുക്ക. അതെ, ഇത് ഞാൻ 13 അല്ലെന്ന് വിചാരിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചാണ്. ഒരു 1000 സംതിങ് ആരെടുത്തു വെക്കണം. ഇന്ന് ഇമ്മച്ചിന്റെ അടുത്താണ് ഇന്ന് കൈനീട്ടം കിട്ടിക്കണേ. ഫസ്റ്റ് ഗിഫ്റ്റ്. അതെ, ഇമ്മച്ചിന്റെ ഭാഗത്ത് രാവിലെ 500 രൂപ കൊടുത്തിട്ട് അതുകൊണ്ടാ സ്കൂളിൽ പോയത്. കൈനീട്ടം മേടിക്കാൻ ഓരോരുത്തർ വരുമായിരുന്നു. കുട്ടികളും മറ്റുള്ളവരൊക്കെ വരുമായിരുന്നു. നിങ്ങളെ കൈനീട്ടം കിട്ടിയാൽ നല്ലതാന്നും പറഞ്ഞു. ഇന്നിപ്പോ അതായത് വേറെ എനിക്ക് തന്നില്ലടി. ടീനേജ് ആയില്ല. എന്നാ ഇപ്പൊ തന്നെ എന്തായാലും പറയാ, അവോയ്ഡ് ചെയ്യാൻ അവഗണിക്കാൻ തുടങ്ങി. ഇപ്പൊ തന്നെ 10 റുപ്യ കയ്യിൽ വന്നപ്പോ ഇല്ല, അവഗണിക്കാൻ തുടങ്ങി. സുഖം കൊണ്ടില്ല. കട്ട് ചെയ്ത് നോക്കാല്ലേ? എടുക്കാനും സുഖം, പറ്റാനും സുഖം. അല്ല പിന്നെ തീരാനും സുഖം.
കാരണം സൗകര്യത്തില് വെട്ടി വെച്ചിട്ടാണ്. കുറച്ചും കൂടി നീതി നീളൊക്കെ കുറക്കായിരുന്നു കേട്ടോ. ഈ ലൈനിലൊക്കെ വെച്ചു. ലൈനിലൊക്കെ വെച്ചു. ഈ കൈ ബാക്ക് കെട്ടില്ലേ അവിടെ പിടിക്കാതെ കൈ പിന്നാക്ക പിന്നാക്ക കൈ ആ ജിമ്മിലുള്ള സാധനം വരയ്ക്കാം. നീ നിന്റെ മനസ്സിൽ ചെമ്പാലോചിക്കാം. Concentrate guys. ഒന്നും പറയല്ല. കയ്യിന് വലിപ്പം അതെ അങ്ങനെ അടുക്കളയിൽ ചെമ്പ് പിടിച്ച് പുട്ടുകുത്തിയും എന്നാ ഇരുമ്പിന്റെ ചെപ്പെടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ ഒരു ഇലക്കുള്ളതുണ്ട്. ഞങ്ങൾ തറവാടിന്റെ കോൺസെൻട്രേറ്റ്. ജാസിമ പവറാണ്. ശ്രദ്ധിച്ചോ. 2 കൈ വെച്ചിരിക്കുന്ന ഞാൻ എടുക്കാം ബേബി.